ഹായ് ഹലോ, 2-3 ദിവസം വീട്ടിലൊക്കെ നിന്നിട്ട് വന്നപ്പോൾ എന്റെ വെയിറ്റ് ഒന്ന് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അത് കുറയ്ക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. അപ്പൊ ഞാൻ ഡിന്നറിനായിട്ട് കോണാണ് എടുക്കുന്നത്. അതിന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചൂടുവെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഈ കോണിനെ ഇട്ട് കൊടുക്കുക. വെള്ളം നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 5-8 മിനിറ്റ് മൂടി വെച്ച് അതിനെ വേവിക്കുക. വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് കോരിയെടുക്കുക. അതിന് വെള്ളം നല്ല രീതിയിൽ വാർന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ടവൽ വെച്ച് ഒപ്പിയെടുത്താലും മതി. അതിനുശേഷം അതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു മസാല തയ്യാറാക്കുന്നതാണ്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഊറ്റി ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടെ ഊറ്റി നിങ്ങളുടെ പുളി എന്തോരാണ് ആവശ്യത്തിന് അനുസരിച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഊറ്റാവുന്നതാണ്. എന്നിട്ട് അതിനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ കോണിൻ്റെ പുറത്ത് ആദ്യം ഞാൻ ബട്ടറാണ് തേച്ച് പിടിപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കുക്കിംഗ് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ തേക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് മസാലേനെ തേച്ച് പിടിപ്പിക്കുക. അതിന് റെസ്റ്റ് ചെയ്യേണ്ടവർക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് വെച്ച് കൊടുക്കുന്നത്. കനലിലൊക്കെ വെക്കാണല്ലോ ഇത് സാധാരണ ചുട്ടെടുക്കുന്നത്. അപ്പൊ കനലില്ലാത്തതുകൊണ്ട് ഞാൻ എയർ ഫ്രയർ വെച്ച് കൊടുക്കുന്നു. നിങ്ങൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കുക കേട്ടോ. അതിൽ എന്തൊക്കെ വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഞാനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നിങ്ങൾ ഗ്യാസ് അടുപ്പിലൊക്കെ വെച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എയർ ഫ്രയറിൽ 200°C ഒരു 18 മിനിറ്റ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എളുപ്പം തന്നെ എയർ ഫ്രയറിൽ കിട്ടുവേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് കണ്ട നല്ല രീതിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് എടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഡിന്നർ കഴിക്കട്ടെ. ഓക്കെ, ബൈ.